ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? നമ്മൾ ശരിക്കും ജീവിക്കുന്നുണ്ടോ? ഒരു നിമിഷം നിർത്തി നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശരിക്കും ജീവിക്കുകയാണോ? അതോ റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ലൂപ്പ് ഹോളിലൂടെ പോവുകയാണോ? രാവിലെ എണീക്കുന്നു, നിങ്ങൾ മൊബൈൽ കാണുന്നു, വീണ്ടും പല പല ജോലികൾ, പ്രഷർ, സ്ട്രെസ്, ചിന്തകൾ, അവസാനം വീണ്ടും വൈകിട്ട് വന്നു കിടന്നു ഉറക്കം ഉറങ്ങി അതേ സെയിം റിപ്പീറ്റ് ചെയ്ത് പിറ്റേ ദിവസം ആവർത്തിക്കാനാണോ വന്നത്? എന്താണ് ചെയ്യുന്നത്? ആക്ച്വലി എല്ലാം സെറ്റായാൽ ഞാൻ സന്തോഷത്തോടെ ജീവിക്കും എന്ന് പറയുന്നത് രാവിലെ പുറത്തു നിൽക്കുന്നത് പല റിപ്പീറ്റായിട്ട് ഒരേ ലൂപ്പിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു സക്സസ്സിന് വേണ്ടി എന്തോ ഒരു ലൂപ്പ്, ഒരു ഓട്ടം അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തോ ഒരു ഗോൾ അച്ചീവ് ചെയ്യണം, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ വരും. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ സാധാരണ ജീവിതം ജീവിക്കുകയാണോ, അതേ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം? ഇതാണ് ആക്ച്വലി നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു റിയലൈസേഷൻ ഉണ്ടോ? ആക്ച്വലി നമ്മൾ പലപ്പോഴും ഫോർഗെറ്റ് ചെയ്യുന്നത് ജീവിതം എന്ന സമയത്ത് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുക, ചില കാര്യങ്ങൾ ജീവിതം പലപ്പോഴും നമ്മെ നിർത്തും. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ നമ്മൾ നിൽക്കും. ആ നിൽക്കുമ്പോഴായിരിക്കും ആക്ച്വലി നമുക്ക് ഒരു റിയലൈസേഷൻ വരിക. എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ആയോ, ഒരു ഇല്ലായോ, ഫെയിലിയർ ആയോ. പക്ഷേ ആക്ച്വലി അതൊരു എൻഡല്ല. ആക്ച്വലി അതാണ് യഥാർത്ഥ ടെസ്റ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഒരു മോട്ടിവേഷനിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആക്ച്വലി അതാണ് യഥാർത്ഥ റിയലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു മൊമെൻറ്റിൽ നിൽക്കും, ആ മൊമെൻറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള യഥാർത്ഥ വഴി അവിടെയാണ് എത്തുന്നത്. ഞാൻ പറയുകയാണ്, ഞാൻ വീണ്ടും ഓടും. അപ്പോൾ നമ്മൾ പറയും, നമ്മളുടെ ലോകം നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പറയും ഇത് ഇമ്പോസിബിളാണ്, ഒരിക്കലും നടക്കത്തില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഫാമിലി പറയും നീ ഒരിക്കലും ഓടണ്ട, നീ ഓട്ടം നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കോളൂ എന്നൊക്കെ പറയും. അപ്പോൾ ആക്ച്വലി നമ്മുടെ ട്രൂത്ത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു എന്തെങ്കിലും ഒരു ട്രെയിനിങ് തുടങ്ങി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ഗോളിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് തുടങ്ങി, ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ നമ്മൾ നിൽക്കേണ്ടി വരും. ആ മൊമെൻറ്റിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ മൈൻഡ് പറയും ഇനി മുന്നോട്ട് പോകണ്ട, ഇനി നമ്മുടെ എല്ലാ പരിപാടിയും വെച്ച് കെട്ടിയിട്ട് നമുക്ക് അടുത്ത ഗോളിലോട്ട് പോകാമെന്ന് പറയും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഈ ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ ഒരു മൊമെൻറ്റിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് നമ്മളെ കൊണ്ട് പറയിക്കുകയാണ് ഈ 3 മാസം കൊണ്ട് നമ്മൾ വർക്ക് ചെയ്തതൊക്കെ വെറുതെയാണ്, ആക്ച്വലി ഇനി ഒരിക്കലും ഇത് മുന്നോട്ട് പോകത്തില്ല എന്ന്. ആക്ച്വലി ഈ 3ാമത്തെ മാസം തൊട്ടായിരിക്കും നമ്മുടെ യഥാർത്ഥ സ്റ്റാർട്ടിങ് പ്രോഗ്രസ് തുടങ്ങുന്നത്. ഈ പ്രോഗ്രസ്സിലൂടെ ആയിരിക്കും നമുക്ക് മുന്നോട്ടുള്ള ആ ഗോൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും അറ്റ്മോസ്റ്റ് മൂവ്മെൻറ്റ് തുടങ്ങുന്നത്. ഒരു സേഫ് ജീവിതം എന്ന് പറയുന്ന എൻ്റെ ജീവിതമാണ്. അത് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. റിസ്ക്കുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ലൈഫാണ്. നിങ്ങളൊരു 100 മീറ്റർ ഓട്ടം ഓടുകയാണെന്ന് വിചാരിക്കുക. 100 മീറ്റർ ഓട്ടത്തിൽ ആദ്യമേ തന്നെ ആ ഒരു മൊമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ആ സ്റ്റാർട്ടിങ് മൊമെൻറ്റിൽ നമ്മൾ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങും, ഒരിക്കലും അത് കിട്ടത്തില്ല എന്നുള്ള മൊമെൻറ്റിലായിരിക്കും. പക്ഷേ ആ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് ഗിവ് അപ്പ് ചെയ്തില്ല. ആ അവസാനം എൻഡിങ് മൊമെൻറ്റിൽ മാത്രമേ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുകയുള്ളൂ. അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലും വേണ്ടത്. വെറുതെ ജീവിക്കുകയല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ നല്ലൊരു നിമിഷത്തിന് വേണ്ടി, നല്ലൊരു മൊമെൻറ്റ്, നല്ലൊരു ഗോൾ അച്ചീവ് ചെയ്ത് അതിൻ്റെ ഒരു എൻഡിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അത് നിങ്ങൾ ഒരിക്കലും പോസ്റ്റ്പോൺ ചെയ്യരുത്. അത് നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ സമയത്തിന് വേണ്ടി ആരും കാത്തിരിക്കില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളും അതിനു വേണ്ടി